ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് 24/2/2024 ശനിയാഴ്ച. ഈ പകൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവീക പ്രവൃത്തികളുടെയും ഒരു പകലായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേവരെയും ധാരാളമായി ഇന്ന് പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച ഒരു ബാലകനെ നമുക്ക് കാണുവാൻ കഴിയും. തൻ്റെ പേര് ദാനിയേൽ എന്നാണ്. ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ഇസ്രായേൽ മക്കളിൽ ഒരുവനായിരുന്നു ദാനിയേൽ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ചോദിച്ചാൽ, ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ പാപം നിമിത്തം ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് അകന്നുപോയതു നിമിത്തം ഇസ്രായേൽ ജനം അടിമത്വത്തിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വരികയാണ്. ദൈവം ശത്രുവിൻ്റെ കൈകളിലേക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, ചില ആളുകൾ നിൻ്റെ തലയ്ക്ക് മീതെ ഭാരമായി തീരുമ്പോൾ എവിടെയൊക്കെയോ ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. ദൈവം തിരഞ്ഞെടുത്ത അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ സന്തതി പരമ്പര. എന്നാൽ എവിടെയൊക്കെ ഇസ്രായേൽ പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തിട്ടുണ്ടോ, ആ സമയത്തെല്ലാം ഇസ്രായേലിനെ മടക്കി വരുത്തുവാനായിട്ട് ദൈവം ജാതീയ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുകയും അവർ ഇസ്രായേലിനോട് പോരാടുകയും ഇസ്രായേലിനെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശത്രുവിന് നിന്നെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നേ മതിയാകൂ. ശത്രു നിൻ്റെ മേൽ ജയമേറ്റെടുക്കുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നുന്നെങ്കിൽ ഏതൊക്കെയോ മേഖലകളിൽ നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നാം അകന്ന് 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 മാറിയിരിക്കുന്നു. ഒരു മനുഷ്യനും നിൻ്റെ നേരെ തലയുയർത്തി നിൽക്കുവാൻ കഴിയാതെ വണ്ണം, ഒരു മനുഷ്യനും നിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം, ഒരു വ്യക്തിയും നിൻ്റെ തലമേൽ ഭാരം കൊണ്ടുവന്ന് വെക്കാതെ വണ്ണം,
ആമേൻ. സർവശക്തനായ ദൈവത്തിന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ, വിടുവിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിയുവാനിടയായി തീരട്ടെ. നമ്മുടെ പാപം കൊണ്ട്, നമ്മുടെ തെറ്റുകൾ കൊണ്ട്, നമ്മുടെ കുറവുകൾ കൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ് ആമേൻ നമ്മൾ ദൈവത്തോടൊന്നടുത്തു വരേണ്ടതിന് ചില ജാതീയ അനുഭവങ്ങളിലുള്ളവർ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുവാൻ ഇടയായിത്തീരുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ വിരൽ ചൂണ്ടുന്നവരുടെ നേരെ നീ വിരൽ ചൂണ്ടുവാൻ തുനിയാതെ ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി, കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെയൊന്ന് കഴുകണമേ, അങ്ങയുടെ വചനത്താൽ എന്നെയൊന്ന് ശുദ്ധീകരിക്കണമേ, എൻ്റെ വാക്കിൽ പ്രവൃത്തിയിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവികമായ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കളോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുവാൻ ഇടയായി തീരുകയില്ല. മനുഷ്യനെന്ന് മാത്രമല്ല, ഒരു പൈശാചിക ശക്തിക്കും ഒരു ദുരാത്മ വ്യാപാര മണ്ഡലത്തിനും എന്നെയോ നിങ്ങളെയോ ദൃഷ്ടി വെക്കുവാൻ പോലും ഇടയായി തീരത്തില്ല. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ച സർവശക്തനായ അതേ ദൈവത്തിൻ്റെ ബലമുള്ള ഭുജം ഇന്ന് പ്രഭാതത്തിൽ എനിക്കും നിങ്ങൾക്കും അനുകൂലമായി വെളിപ്പെട്ടു നിൽക്കുകയാണ്. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ മേതെ കവിഞ്ഞു വരുന്ന ആ ഒഴുക്കിൻ്റെ നേരെ, ആമേൻ, പ്രതിയോഗിയുടെ നേരെ, ആമേൻ, വാക്കെടുക്കാതെ, വാളെടുക്കാതെ, അധരം തുറക്കാതെ ബലമുള്ള ഭുജങ്ങൾക്ക് കീഴെ താണിരുന്ന് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ദൈവം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആമേൻ. ദൈവം ചിലത് ഏൽപ്പിച്ചു. നിന്നെ ചില ആമേൻ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ കാരണമായത് ദൈവത്തിൻ്റെ കരമാണെങ്കിൽ ആ കരത്തിൽ നിന്നു വിടുതൽ കൽപ്പിക്കുവാൻ ദൈവത്തിനു മാത്രമേ കഴിയത്തുള്ളൂ. ആമേൻ. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, ദൈവമാണ്, ആമേൻ, ദൈവത്തിൻ്റെ കരമാണ്, ആമേൻ, ചിലരുടെ കൈകളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എങ്കിൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ പറയട്ടെ, ആമേൻ, ദൈവം ചിലരുടെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കാനിടയായി തീർന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ നിന്നെ വീണ്ടെടുക്കുവാനും എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ കരം ശക്തിയുള്ളതാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. ആമേൻ. ചിലത് ഏൽപ്പിച്ചു. അവൻ അവയെ സീനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ചില പാത്രങ്ങൾ, ആ പാത്രങ്ങൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ചില പാത്രങ്ങൾ എടുത്ത്, ആമേൻ, നെബൂഖദ്നേസർ തൻ്റെ ദേശത്തിലെ, ആമേൻ, തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. എന്നിട്ട് ആ രാജാവ് പറയുകയാണ്, അനന്തരം രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പെനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കുവാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും
താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ കുറച്ചധികം പേരുണ്ട്. സെലക്ട് ചെയ്യപ്പെട്ടവർ. അവരുടെ കൂട്ടത്തിൽ എടുത്തു പറയുന്ന 4 പേർ: ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദാ പുത്രന്മാരുണ്ടായിരുന്നു. എല്ലാവരുടെയും കാര്യം പറയുന്ന ഒപ്പം എടുത്ത് 4 പേരുകൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. 4 യൗവനക്കാർ. ദാനിയേലിന് അവൻ ബേൽത്ത്ശസ്സർ എന്നും, ഹനന്യാവിന് ശദ്രക്ക് എന്നും, മീശായേലിന് മേശക്ക് എന്നും, അസര്യാവിന് അബേദ്നെഗോ എന്നും പേര് വിളിച്ചു. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാകുകയില്ല എന്ന് ദാനിയേൽ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ദാനിയേൽ എന്ന ഒരു ബാലകൻ, ദൈവത്തിന് സ്തോത്രം, അവൻ ഏറെ രൂപഗുണമുള്ള, ക്വാളിറ്റിയുള്ള, മൂല്യമുള്ള ഒരു ദൈവത്തിൻ്റെ പൈതല. അവൻ തൻ്റെ ജീവിതം കർത്താവിനു വേണ്ടി, ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചവനായിരുന്നു. തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേലും അവൻ്റെ കൂടെയുള്ളവരും കൂടെ ഹൃദയത്തിൽ നിർണയിക്കുകയാണ്. ബാബിലോണിയ ദേവന്മാരുടെ പ്രതിമകൾക്ക് അർപ്പിച്ച വിഗ്രഹാർപ്പിതം, കൊട്ടാരത്തിൽ ഉപയോഗിക്കുന്ന മദ്യം, ഇവയാണ് ദാനിയേലും കൂട്ടരും വേണ്ട എന്ന് വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അശുദ്ധനായി തീരുവാൻ സാധ്യതയുള്ള ഇടത്ത് ദാനിയേലും അവൻ്റെ സുഹൃത്തുക്കളും കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു എങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ നിയോഗമുള്ള, ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച, ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന ദാനിയേലിന് ദൈവത്തോട് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. തന്നെത്താൻ അശുദ്ധനാക്കുവാൻ, അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവവുമായി അഭേദ്യമായ ഒരു ബന്ധം ദാനിയേലിന് ഉണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കട്ടെ, സർവശക്തനായ ദൈവത്തോട് നമ്മുടെ തലമുറകൾക്ക് ഈ വിധത്തിൽ ഒരാത്മീക ബന്ധം സ്ഥാപിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ കാര്യം വിട്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. ഈ ലോകം അശുദ്ധിയിലേക്ക് നയിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അശുദ്ധി എൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ എൻ്റെ ഉള്ളിൽ ദൈവം തന്നതായ ആ വിശ്വാസത്തിന് അനുസരണമായി, ദൈവം എൻ്റെ ഉള്ളിൽ നൽകിത്തന്നതായ ആ കാഴ്ചപ്പാടിന് അനുസരണമായി ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുമെന്ന് യഹോവ തൻ്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിനെന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ആ ദാനിയേലിനെ പോലെ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തയെ മലിനമാക്കുവാൻ ഞാൻ എന്നെ തന്നെ വിറ്റുകളയുകയില്ല, എന്നെ തന്നെ ഉപേക്ഷിച്ചു കളയുകയില്ല, എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന ആ മനസ്സിൽ ഉറപ്പ്
ഉറപ്പുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുന്നു എങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി മാറുവാനായിട്ട് ഇടയായി തീരും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ കൃപയുടെ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തി ആമേൻ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ആമേൻ. നമ്മൾ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടത് തന്നെത്താൻ സൂക്ഷിക്കുവാനാണ്. കാരണം വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയുടെ നടുവിലാണ് നമ്മുടെ തലമുറകൾ ജീവിക്കേണ്ടി വരുന്നത്. ആമേൻ. എന്തിന്? നമ്മൾ തന്നെ വക്രതയും കോട്ടവുമുള്ള ആമേൻ ഒരു മ്ലേച്ഛമായ തലമുറയുടെ നടുവിലാണ് നാം ജീവിക്കേണ്ടതായിട്ട് വരുന്നത്. ആമേൻ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആമേൻ, ഈ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മക്കളോട് ആത്മനിയോഗത്തോടെ പ്രബോധിപ്പിക്കുകയാണ് ഈ പ്രഭാതത്തിൽ. തന്നെ സൂക്ഷിക്കുവാനുള്ള ഒരു വലിയ നിയോഗം നമ്മുടെ മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പകൽ ഈ പ്രഭാതയാമത്തിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്ക്. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിർമ്മലമായൊരു ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുവാൻ, എന്നെ തന്നെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവേ, അങ്ങയുടെ വിശേഷമായ ദൈവകൃപയെ അവിടുന്ന് അടിയൻ്റെ മേൽ പകരണം എന്ന് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ദാനിയേലിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ദാനിയേൽ ആമേൻ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ അവൻ തീരുമാനിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അവൻ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആമേൻ ബലമുള്ള കരം ദാനിയേലിനും അവൻ്റെ സുഹൃത്തുക്കൾക്കും അനുകൂലമായി തീരുവാനിടയായി. ആമേൻ. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല, അശുദ്ധിക്ക് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന ആ ഉറച്ച തീരുമാനത്തോടെ ദാനിയേലും ആമേൻ തൻ്റെ സുഹൃത്തുക്കളും മുന്നോട്ട് ചുവടുവെക്കുവാനിടയായി തീരുമ്പോൾ 10 ദിവസം ശാഖപരദാർത്ഥം മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആമേൻ ആയിരുന്ന ആമേൻ ദൈവത്തിന് സ്തോത്രം ദാനിയേലിൻ്റെയും സുഹൃത്തുക്കളുടെയും മുഖം മറ്റ് ആമേൻ ആ തന്നോടൊപ്പം അടിമത്വത്തിലേക്ക് പോയ മറ്റ് പൈതങ്ങളുടെ ജനങ്ങളുടെ ആമേൻ പുത്രന്മാരുടെ ബാലന്മാരുടെ മുഖവും തമ്മിലൊന്ന് ഒത്തുനോക്കുവാനിടയായിത്തീർന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ആമേൻ ബാലന്മാരുടേതിലും അഴകുള്ളതും സകല ബാലന്മാരുടേതിലും അഴകുള്ളതും ആമേൻ മാംസപുഷ്ടിയുള്ളതുമായിട്ട് ആമേൻ ശാഖപദാർത്ഥം മാത്രം ഭക്ഷിച്ചിരുന്ന ഈ ബാലന്മാരുടെ മുഖം വിളങ്ങുവാനിടയായിത്തീർന്നു. മാത്രമല്ല ആമേൻ 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ഇന്ന് പ്രഭാതത്തിൽ നിന്റെ തലമുറയ്ക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, ആമേൻ അവൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ വളരുന്നില്ല, ആമേൻ എന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. തന്നെ സൂക്ഷിക്കുവാൻ അവനെ പരിശീലിപ്പിക്കുക, അഭ്യസിപ്പിക്കുക. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവനത് വിട്ടു മാറുകയില്ലെന്നല്ലേ കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നത്. ആമേൻ. ദൈവത്തിനു വേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ആമേൻ ദാനിയേൽ എന്ന ആ ബാലകൻ്റെ
ജീവിതത്തെ മാറ്റിമറിച്ചത് അവൻ്റെ ഹൃദയത്തിലെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, നിന്റെ ജീവിതം മാറുവാൻ തക്കവണ്ണം, നിന്റെ തലമുറയുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം പാപത്തിലേക്കും ലോകത്തിലേക്കും ലോകസ്നേഹത്തിലേക്കും നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ തന്നെത്താൻ സൂക്ഷിക്കുവാൻ, ഇന്ന് വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഇടയായിത്തീരുമ്പോൾ ആമേൻ, വിശേഷമായ ദൈവിക കരുതലുകളും വിശേഷമായ ദൈവിക കൃപകളും വിശേഷമായ ദൈവിക ജ്ഞാനവും വിശേഷമായ പദവികളും ആമേൻ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി സ്വർഗസ്ഥിതനായ ദൈവം ഒരുക്കുന്നുണ്ട്, ഒരുക്കിയിട്ടുണ്ട് എന്ന ആ യാഥാർത്ഥ്യത്തെ, ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ മുന്നോട്ടു പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. തന്നെത്താൻ സൂക്ഷിച്ച ആ മകനെക്കുറിച്ച് വിശുദ്ധ വചനം പറയുന്ന ഒരു ആമേൻ പദപ്രയോഗമുണ്ട്. ആമേൻ, സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കാണുകയാണ്. ആമേൻ, ദാനിയേലിനെ കുറിച്ച്, അവൻ്റെ കൂടെയുള്ള ആമേൻ കൂട്ടുകാരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുക, 10 ഇരട്ടി വിശിഷ്ടന്മാർ, 10 ഇരട്ടി വിശിഷ്ടന്മാരാക്കി ദാനിയേലിനെയും അവൻ്റെ കൂട്ടാളികളെയും ആക്കി തീർക്കുവാൻ കാരണമായിരിക്കുന്ന സംഗതി എന്താ? ദൈവത്തെ മാനിച്ചു, ദൈവത്തെ ബഹുമാനിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുവാൻ, ജീവിതത്തെ സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മാനിക്കുന്നവനെ, ദൈവത്തിനു വേണ്ടി ഹൃദയം കൊടുത്തവനെ, ആമേൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവളെ, ആമേൻ, ദൈവത്തിനു വേണ്ടി ആമേൻ ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ് എന്ന ആ ബോധ്യത്തോടെ ആമേൻ ചില നന്മകളെ വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിയോട് ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പ്രവചന ദൂതായി വിളിച്ചു പറയുകയാ. ആമേൻ, ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടതുകൊണ്ട്, ദൈവത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രമാണം ഉള്ളിലുള്ളതുകൊണ്ട് ദാനിയേൽ അവന് ലഭിക്കേണ്ട ചില നന്മകളെ നോക്കി എനിക്ക് ഈ നന്മ വേണ്ട എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ വ്യാപരിക്കുവാൻ ഇടയായി തീർന്നതുപോലെ ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ വിളിച്ചു പറയുകയാ, ദൈവവചനത്തെ കരങ്ങളിലെടുത്തത് നിമിത്തമായി, ദൈവശബ്ദം കേട്ടത് നിമിത്തമായി, പ്രമാണത്തെ ഉള്ളിൽ ഏറ്റെടുത്തത് നിമിത്തമായി അവർക്ക് ലഭിക്കേണ്ട ചില നന്മകളെ നോക്കി, ചില അനുഗ്രഹങ്ങളെ നോക്കി ആമേൻ ഞാൻ വേണ്ട വേണ്ട അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആമേൻ ആമേൻ ഹല്ലേലൂയ ഇല്ലാത്ത സാഹചര്യത്തിലും ആമേൻ ഒഴിഞ്ഞ പാത്രമായിരിക്കുമ്പോഴും ആമേൻ ആമേൻ പരാതി പറയാതെ, പരിഭവം പറയാതെ അവൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി ആത്മനിയോഗത്തോടെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്ന നിയോഗത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, നിന്നെ ആമേൻ 10 ഇരട്ടി വിശിഷ്ടനാക്കി മാറ്റാൻ, നിന്റെ തലമുറയെ വിശിഷ്ടനാക്കി മാറ്റാൻ, ആമേൻ വിശിഷ്ടനാക്കി മാറ്റാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരം ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ചലിക്കുകയാണ്. നീ ഒരു വിശിഷ്ടനായ വ്യക്തിയാക്കി, ശ്രേഷ്ഠതയുള്ളവനാക്കി, മൂല്യമുള്ളവനാക്കി ആമേൻ നിന്ദിച്ചവരുടെ മധ്യത്തിൽ, അപമാനിച്ചവരുടെ മധ്യത്തിൽ, ആമേൻ തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ആമേൻ സർവശക്തനായ ദൈവം നിന്നെ കരം പിടിച്ച് നടത്തുന്ന ദിവസങ്ങൾ നിന്റെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ഭാരത്തെ ആമേൻ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ സർവശക്തനായ ദൈവം കരുതുമെന്ന ബോധ്യത്തോടെ
ധൈര്യത്തോടെ മുന്നോട്ട് ചുവട് വെക്കുവാനിടയായി തീരട്ടെ. അത് നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, ദൈവിക കരുതലിലേക്ക് ആമേൻ വിശിഷ്ടനാക്കി നിന്നെ മാറ്റുന്ന ദൈവികമായ പദ്ധതികളുടെ പൂർണ്ണതകളിലേക്ക് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതയാമത്തിൽ ആ കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിശ്ചയമായും എൻ്റെ ദൈവം ഫോഷ്ക് പറയുന്നവനല്ല, അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്ന് തന്നെയാണ്. നിൻ്റെ ജീവിതം അവൻ ഒരത്ഭുതമാക്കി മാറ്റാൻ പോകുന്നു. ആമേൻ സമപ്രായക്കാരുടെ മധ്യത്തിൽ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ നിന്റെ തലമുറയുണ്ടല്ലോ, അവൻ 10 ഇരട്ടി വിശിഷ്ടനെന്ന് നീ കാണാൻ പോവുകയാ. ശതന രഗതന രഹസ്യന്ധന. ആമേൻ. ദാവീദ് അവൻ്റെ സഹോദരന്മാരിൽ അധികം വിശേഷതയുള്ളവനായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയുടെ കരം അവൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ദാവീദ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ഇസ്രായേലിൻ്റെ രാജാവാകുവാൻ യോഗ്യനായി മാറുവാനിടയായി. ആ യോഗ്യത ദൈവത്തിൻ്റെ കൃപയാൽ നിനക്ക് ദാനമായി ലഭിച്ചതാണ്. അതേ പ്രിയ സഹോദര, അതേ പ്രിയ സഹോദരി, ആമേൻ, ദൈവത്തിൻ്റെ കൃപയാൽ ചില യോഗ്യതകൾ, ആമേൻ, ചില പ്രാപ്തിയുടെ അനുഭവങ്ങൾ, ആമേൻ, ചില പദവികൾ, ആമേൻ, സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ക്ഷീണിച്ചു പോകല്ലേ, മടുത്തു പോകല്ലേ, തളർന്നു പോകല്ലേ, വിശ്വാസത്തിൽ നിന്ന് പിറകോട്ട് പോകരുതേ. ആമേൻ, ആമേൻ, ആമേൻ. കഷ്ടതയോടെ വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യുവാനും ഒരു കാലമുണ്ടെന്നേ. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ശ്രദ്ധിച്ചു കേൾക്ക്. വിതയ്ക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലമുണ്ട്. ഈ ദിവസങ്ങൾ കണ്ണുനീരോടെ നീ വിതയ്ക്കുന്നെങ്കിൽ ആർപ്പോടെ കൊയ്യുന്ന ഒരു അനുഭവം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. വിശ്വാസത്തോടെ ആമേൻ, ആമേൻ, സ്വന്തം ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആമേൻ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുവാനിടയായി തീരട്ടെ. തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ വിശുദ്ധിക്കായി സമർപ്പിച്ചതാണ്. ആമേൻ. വിശുദ്ധി എന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ആമേൻ. ദാനിയേലിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. ശമന ഹദുനിയ രഗദനിയ രഹസ്യം ധ്വനി വൈഡമന ജുദന രഹസ്വേ അർധുര രഗദന രഹസ്യം ധ്വനി രഗദനാര ബൗധനി രഗദനം വൈഷപ്രൗഢ ജനം ഭരസ്വയധ്വലര ബൗധനി ഉരബലവ ശിഖാരമസ്യധ്വലര ബൗധന. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പ്രഭാതത്തിൽ. കർത്താവേ, ചില നന്മകൾ ഇവർ വേണ്ട എന്ന് വെച്ചിറങ്ങിയതാ. ചില അനുഗ്രഹങ്ങൾ നോ പറഞ്ഞ് വേണ്ട എന്ന് വെച്ച് ഇറങ്ങിയതാ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ദിവസങ്ങളിൽ അവരെ വിശിഷ്ടരാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരം ചലിക്കട്ടെ. വിശിഷ്ടരായി മാറട്ടെ. ഞങ്ങളുടെ തലമുറകൾ വിശേഷതയുള്ളവരായി മാറട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ശ്രേഷ്ഠമായ അനുഭവങ്ങളിൽ നയിക്കപ്പെടുവാനിടയായി തീരട്ടെ. സർവശക്തൻ്റെ ബലമുള്ള കരം ഞങ്ങൾക്ക് അനുകൂലമാകയാൽ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും തിരുമേനിക്ക് അർപ്പിക്കുന്നു. ഇന്ന് പകൽ ആമേൻ കരമുയർത്തി ഞാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ ഒരു ഉപകാരമായി മാറട്ടെ, ഗുണമായി തീരട്ടെ, ദൈവപ്രവൃത്തിയായി മാറട്ടെ. അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകുവാനിടയാകട്ടെ. കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുവാനിടയാകട്ടെ. വലിയൊരു നിയോഗം വെളിപ്പെടുവാനിടയാകട്ടെ. ആമേൻ. തന്നെത്താൻ സൂക്ഷിക്കാനുള്ള വിശേഷമായ ദൈവകൃപ അവിടുന്ന് പകരുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.